ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളെ സിവിക്കിൻ്റെ അങ്ങനെ ഫൈനൽ പാർട്ടാണ് കേട്ടോ. അതായത് നമ്മളെ പാർട്ട് 3 ആണ്. അപ്പോൾ നമ്മളെ വർക്ക് എല്ലാം അങ്ങനെ കംപ്ലീറ്റ് ആയിട്ടോ. അപ്പോൾ നമ്മൾ കസ്റ്റമറിന് ഡെലിവറി ചെയ്യാൻ പോകുന്ന സമയമാണ്. അപ്പോൾ അതിന് തൊട്ട് മുമ്പായിട്ട് നമുക്ക് ഇതിൻ്റെ പാർട്ട് 3 വീഡിയോസ്, അതായത് നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തിരിക്കുന്നത് എന്നുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ സുഹൃത്തുക്കളെല്ലാവരും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ വണ്ടിയുടെ ഫ്രണ്ട് ലുക്ക് ഇതാ ഇങ്ങനെയാണ് കേട്ടോ സംഭവം. നമ്മളൊരു ഫ്രണ്ടിൽ 4 പീസ് ലിപ്പും കാര്യങ്ങളും ആഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ വേണ്ട ഫ്രണ്ട് ബമ്പർ നമ്മൾ പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഹെഡ് ലാമ്പും കാര്യങ്ങളും, പിന്നെ നമ്മൾ ആ ഒരു സെൻറ്റർ പോർഷനകത്ത് ബ്ലാക്ക് കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മളതിനകത്ത് ഡിസൈൻ വന്നിരുന്നു വെച്ചാൽ ഫസ്റ്റ് പാർട്ടിൽ തന്നെ നിങ്ങൾക്ക് അറിയാം. കാര്യം ഈ ഒരു പോർഷൻ മുതൽ ഇങ്ങനെ ഫുള്ള് നമ്മൾ ബ്ലാക്കിലോട്ടായിരുന്നു ഈ വണ്ടി വന്ന നേരത്തിനകത്ത് പെയിൻറ്റും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തത്. അപ്പോൾ അതൊക്കെ നമ്മൾ ഫുള്ള് എടുത്ത് ചേഞ്ച് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിൻ്റെ ഉൾവശത്ത് മാത്രം ബ്ലാക്ക് പെയിൻറ്റ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്തത് അല്ലേ. അപ്പോൾ ഇച്ചിക്കൂടെ നല്ലൊരു ന്യൂ ലുക്കിലോട്ട് നമ്മൾ വീണ്ടും മാറ്റി എന്നുള്ളതാണ് ഈ വണ്ടി. പിന്നെ നമ്മളിതിനകത്ത് 4 പീസ് ലിപ്പ് എടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടിക്ക് ഓൾറെഡി ആയിട്ട് ഈ കിറ്റിൻ്റെ കൂടെ ഇതിനകത്ത് ലിപ്പ് അവൈലബിൾ ആയിരുന്നു. പക്ഷേ ആ ലിപ്പും കാര്യങ്ങളൊന്നും ഇതിനകത്ത് ഇല്ലായിരുന്നു. അപ്പോൾ നമ്മളെ കസ്റ്റമർ പറഞ്ഞു ആ ലിപ്പും കൂടെ ഈ ഒരു ടൈപ്പ് ലിപ്പും കൂടെ അങ്ങ് ആഡ് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞിരുന്നു. അങ്ങനെയാണ് നമ്മൾ ഈ റെഡ് ലിപ്പ് എടുത്തപ്പോൾ ഞാൻ പുള്ളിയുടെ അടുത്ത് ചോദിച്ചായിരുന്ന കാര്യം, നമുക്ക് ബോഡി കളർ ചെയ്താലോ എന്ന് ചോദിച്ചാൽ നമുക്ക് പുള്ളി പറഞ്ഞ് വേണ്ട. കാര്യം നമ്മളെ ലോഗോ വന്നിട്ട് ഹോണ്ടയുടെ എംബ്ലം ലോഗോ വന്നിട്ട് റെഡാണ്. അപ്പോൾ അതിൻ്റെ കൂടെ മാച്ചാകാൻ വേണ്ടിയിട്ട് ആ ലിപ്പിൻ്റെ ആ റെഡ് പീസ് ഇരുന്നോട്ടെ എന്ന് കസ്റ്റമർ പറഞ്ഞേട്ടോ. പിന്നെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ബമ്പർ ക്ലിപ്പാണ്. ബമ്പർ ക്ലിപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടി നമ്മൾ കൊണ്ടുവന്നിരുന്ന നല്ല ഗ്യാപ്പായിരുന്നു. ബമ്പറിൻ്റെ നമ്മളെ ഹെഡ്ലൈൻ്റെ ആ ഒരു സ്പേസിലോട്ട് നമുക്ക് ഒരു കൈ ഫുള്ള് കയറുന്ന ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു കേട്ടോ. അത്രയും ഗ്യാപ്പ് ഉണ്ട്. അതെല്ലാം നമ്മൾ ഫുള്ള് അങ്ങനെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മളതിനെ സ്പാർക്കോര ക്ലിപ്പും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തു അല്ലേ. അപ്പോൾ നമ്മളെ ഫ്രണ്ട് ഇത്രയാണ് വർക്ക് ചെയ്യുന്നത്. കാര്യം നമ്മൾ ഫ്രണ്ട് ബമ്പറിൻ്റെ ഗ്യാപ്പും കാര്യങ്ങളൊക്കെ ക്ലിയർ ആക്കുക, അതേപോലെ തന്നെ നമുക്ക് പെയിൻറ്റ് ചെയ്യുക, ഫ്രണ്ട് ലിപ്പ് ആഡ് ചെയ്യുക കേട്ടോ. ഇത്രയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ ലിപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ വെഹിക്കിൾസിനും സൂട്ടബിളൊന്നുമല്ല. നമുക്ക് ഏകദേശം ഒരു 50% വണ്ടിയൊക്കെ മാത്രമേ ലിപ്പ് ആഡ് ചെയ്യാൻ പറ്റൂ. കാര്യം എന്ന് വെച്ചാൽ അത്രയും നല്ല വീതി കൂടുതൽ ഉള്ള വണ്ടിയൊക്കെ മാത്രമേ നമുക്ക് ഈ ഒരു ലിപ്പ് ആഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. മനസ്സിലായി. കാര്യം ഇതിന് ലെങ്തും വീതിയും കൂടുതലാണ് ഈ ഒരു ലിപ്പിന്. അതുകൊണ്ടാണ് ഇത് എല്ലാ വണ്ടിയൊക്കെ സൂട്ടാകാൻ പറ്റാത്തത്. അപ്പോൾ എത്ര വീതിയുണ്ട്. കാര്യം ഈ ഒരു വണ്ടിക്കകത്ത് വെച്ചിട്ട് തന്നെ ഈ ഒരു ബോഡി കിറ്റിനകത്ത് തന്നെ ഇത്രയും ഗ്യാപ്പ് വെളിയിലോട്ട് വീണ്ടും നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിക്കുക. കാര്യം അത്രയ്ക്കും വലിയൊരു ലിപ്പാണ് ഈ ചെയ്തിരിക്കുന്നത് കേട്ടോ. ഈ 4 പീസ് ലിപ്പ് നമ്മൾ ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മളിതിൻ്റെ സൈഡ് വർക്കും കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് വണ്ടി എങ്ങനെയാണോ വന്നത് അതേ ടൈപ്പ് തന്നെയാണ് നമ്മൾ വീണ്ടും അതിലോട്ട് പോരുന്നത്. പിന്നെ അലോയി കളർ കാര്യങ്ങളൊക്കെ ഗോൾഡൻ കളർ തന്നെയാണ്. അതും ഈ വണ്ടിക്കകത്ത് നമ്മൾ കസ്റ്റമർ തന്ന നേരത്തെ ഉള്ള ആ ഒരു സെയിം കളറും കാര്യങ്ങളൊക്കെ തന്നെയാണ്. നമ്മൾ വേറെ കസ്റ്റമർ വർക്കോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ നമ്മൾ ബാക്ക് ടെയിലൈറ്റും കാര്യങ്ങളൊക്കെ കംപ്ലൈൻ്റ് ആയിരുന്നു. അത് ഞാൻ നമ്മളെ വീഡിയോസിനകത്ത് തന്നെ പാർട്ട് 2 വീഡിയോസിനകത്ത് ഞാൻ പറഞ്ഞതിൻ്റെ കാര്യം, നമുക്ക് ഈ ഒരു പോർഷൻ ലൈറ്റ് നമുക്ക് വർക്കാവില്ലായിരുന്നു. അതേപോലെ തന്നെ നമുക്ക് ഇതിനകത്ത് പാർക്ക് മാത്രമാണ് അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ബ്രേക്കോ കാര്യങ്ങളൊന്നും അവൈലബിൾ ആയിരുന്നു. അതെല്ലാം നമ്മൾ അതിനകത്ത് സെറ്റ് ചെയ്തു. പിന്നെ നമ്മളൊരു മ്യൂക്കൻ്റെ തന്നെ ഒരു ബോഡി കിറ്റിനകത്ത് വെക്കാനായിട്ടുള്ള ഒരു ഫ്ലാഷർ നമ്മളങ്ങനെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മളെ ബ്രേക്കാണ്. ഇപ്പോൾ ബ്രേക്ക് പിടിക്കാൻ നേരത്ത് ഏകദേശം ഒരു 5 പ്രാവശ്യം ബ്ലിങ്ക് ആയതിനു ശേഷം സഡൻലി അത് സ്റ്റോപ്പായി നിൽക്കുന്നൊരു ടൈപ്പാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. പിന്നെ അതിനകത്ത് ഒരു കസ്റ്റം ബിൽഡ് എക്സോസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ നോയ്സും കാര്യങ്ങളൊക്കെ ഞാൻ കേൾപ്പിച്ചു തരാം. അതേപോലെ തന്നെ നമ്മളെ ബാക്കിലത്തെ ലൈറ്റിൻ്റെയും കാര്യങ്ങളെല്ലാം കേൾപ്പിച്ചു തരാം. അത് ഞാൻ അവസാനത്ത് ലൈറ്റ് വർക്കാവുന്നതും അതേപോലെ എക്സോസ്റ്റിൻ്റെ സൗണ്ടും കാര്യങ്ങളൊക്കെ ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും കേട്ടോ. പിന്നെ നമ്മൾ ഇതിനകത്തൊരു മ്യൂക്കൻ സ്പോയിലർ, ഇത് കസ്റ്റം ബിൽഡാണ്, ഒറിജിനൽ മ്യൂക്കൻ സ്പോയിലർ അല്ല. നമ്മൾ ഫൈബറിനകത്ത് ചെയ്തെടുത്തൊരു മ്യൂക്കൻ സ്പോയിലറാണ്. ഇതിനകത്ത് നമ്മൾ ബോഡി കളർ നമ്മൾ പകുതി ആ ഒരു സ്റ്റേ കൊടുത്തതിന് ശേഷം പിന്നെ നമ്മുടെ സെൻറ്റർ ഭാഗത്ത് ഫുള്ളായി നമ്മൾ ഗ്ലോസി ഫിനിഷിലോട്ടാണ് ആഡ് ചെയ്തിരിക്കുന്നത്. കണ്ടില്ലേ. കാര്യം ഇത് നല്ല വെയിറ്റും ഉണ്ട്, അതേപോലെ നല്ല പണി എടുക്കണം കേട്ടോ. എന്നാലേ ഇത് ഈ ഒരു ഫിനിഷിലോട്ട് ആക്കി എടുക്കാൻ പറ്റത്തുള്ളൂ, ഈ ഒരു മ്യൂക്കൻ സ്പോയിലർ. പിന്നെ നമ്മൾ ഇതിനകത്ത് ടോപ്പ് നമ്മളതിനെ ഗ്ലോസി ഫിനിഷിലോട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. കണ്ടില്ലേ, ടോപ്പ് നമ്മൾ ഗ്ലോസി ഫിനിഷിലോട്ട് കൺവേർട്ട് ചെയ്തു. പിന്നെ നമ്മൾ ഈ ഒരു ബീഡിങ്ങും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് ഇതിൻ്റെ ഒറിജിനൽ ബീഡിങ് അല്ല, ഇത് ഇന്നോവയുടെ ഒറിജിനൽ ടോപ്പ് ബീഡിങ് ആണ് നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്തിരിക്കുന്നത്. കാര്യം ഇതിനകത്തിരുന്ന ബീഡിങ് മെറ്റൽ പീസാണ്, പക്ഷേ അത് ടോട്ടലി ഫുൾ ഡാമേജ്ഡ് ആയിരുന്നു. കാര്യം ഇതിനകത്ത് സിലിക്കോണും കാര്യങ്ങളൊക്കെ വെച്ചാണ് അവർ സെറ്റ് ചെയ്തിരുന്നത്. നമ്മളെ സൈഡ് വ്യൂ ഇതാണ് കേട്ടോ, നമ്മളെ സൈഡ് വ്യൂ വരുന്നത്. പിന്നെ നമ്മുടെ വണ്ടിക്കകത്ത് ഉൾവശത്താണ് ഏറ്റവും കൂടുതൽ പണിയെടുത്തിരിക്കുന്നത്. അതായത് ഇൻറ്റീരിയർ വർക്കാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്തിരിക്കുന്നത്. കാര്യം നമ്മൾ വെളിയിൽ ആ പാട്ട് ചെയ്ത ഫ്രണ്ട് ബമ്പർ, ടോപ്പ്, അതേപോലെ തന്നെ നമുക്ക് ടെയിലൈറ്റും പിന്നെ നമ്മളെ സ്പോയിലറും മാത്രമാണ് ഇതിനകത്ത് നമുക്ക് വെളിയിൽ വർക്കായിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ ഈ ഒരു ആർച്ച്, അതായത് നമ്മുടെ ഡോറിൻ്റെ ആർച്ചും കൂടെ നമ്മൾ ബ്ലാക്കിലോട്ട് ഗ്ലോസി ഫിനിഷിലോട്ട് കൺവേർട്ട് ചെയ്ത് ഇത്ര മാത്രമാണ് നമുക്ക് എക്സ്റ്റീരിയർ വർക്കായിട്ടുണ്ടായിരുന്നത്. പിന്നെ നമുക്ക് ഇൻറ്റീരിയർ വർക്കാണ് ഏറ്റവും കൂടുതലായിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ ഇൻറ്റീരിയർ വർക്കിലേക്ക് പോകും.
അപ്പം നമ്മളിതാ ഡോറും കാര്യങ്ങളൊക്കെ ഓപ്പൺ ചെയ്തപ്പോൾ ഇൻറ്റീരിയർ കണ്ടില്ലേ. ഇൻറ്റീരിയറിനകത്ത് നമ്മൾ ചെയ്ത് നമ്മൾ ഡോർ പാഡ് ഈ ഒരു പീസ് നമ്മൾ റെക്സിന് ആഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു പീസ് റെക്സിന് ആഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ പിന്നെ നമ്മൾ ഈ സ്വിച്ചസിൻ്റെ അസീര പാഡും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു ബോഡി കളറിലോട്ട് തന്നെ കൺവേർട്ട് ചെയ്തു. പിന്നെ ലാച്ച് നമ്മൾ കൺവേർട്ട് ചെയ്തു. പിന്നെ നമ്മൾ ഇതിനകത്ത് സ്പീക്കർ ആഡ് ചെയ്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഫോക്കൽ സ്പീക്കറാണ്. അത് നമ്മൾ പാർട്ട് 1 പാർട്ട് 2 വീഡിയോസിനകത്ത് ഞാനത് പറഞ്ഞിട്ടുള്ളതാണ്. അതിനകത്ത് ചെയ്തിരുന്ന സ്പീക്കറിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അതിനകത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതും ജസ്റ്റ് കയറി കണ്ടാൽ മനസ്സിലാവും. പിന്നെ നമ്മൾ ഇതിൻ്റെ ഡോർ ലാച്ചും കാര്യങ്ങളൊക്കെ ഫുള്ള് കംപ്ലൈൻ്റ് ആയിരുന്നുണ്ട്. അതെല്ലാം നമ്മളങ്ങനെ സെറ്റ് ആക്കിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിനകത്ത് എടുത്ത് പറയാനുള്ളത് വെച്ചാൽ നമ്മളെ സീറ്റ് ബെൽറ്റാണ്. സീറ്റ് ബെൽറ്റ് നമ്മൾ ബ്ലൂ കളറിലോട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഇതിൻ്റെ സീറ്റ് ബെൽറ്റും കാര്യങ്ങളൊക്കെ വർക്കല്ലായിരുന്നു. അതൊക്കെ ക്ലിയർ ആക്കിയിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. കാര്യം സീറ്റ് ബെൽറ്റ് നല്ല സ്റ്റക്കും അതേപോലെ തന്നെ ഡാമേജ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ക്ലിയർ ആക്കിയിട്ടാണ് നമ്മൾ പുതിയ സെറ്റപ്പിലോട്ട്. സീറ്റ് ബെൽറ്റും കാര്യങ്ങളൊക്കെ കംപ്ലൈൻ്റ് ആയതുകൊണ്ട് നമ്മൾ സീറ്റ് ബെൽറ്റ് റിപ്പയർ ചെയ്താണ്. അത് പ്രോപ്പറായിട്ട് വർക്കല്ല, എന്നാലും നമുക്ക് യൂസ് ചെയ്യാൻ കാരണം റിട്ടേൺ പോകാനൊക്കെ ചെറിയൊരു സ്ലോ ആയിരിക്കും. കാര്യം പുതിയത് മേടിക്കണമെന്നുണ്ടെങ്കിൽ ഏകദേശം നല്ലൊരു എമൗണ്ട് ഉണ്ട്. 4 സംതിങ്ങിന് മേളിൽ എൻ്റെ കിറ്റിൻ്റെ വിലയുണ്ട്. കാര്യം ഇതിനകത്ത് എയർബേൻ്റെ ഒരു കണക്ഷൻസും കൂടെ വരുന്നതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ മീറ്റർ കൺസോൾ ആൻഡ് നമ്മളെ സ്റ്റീരിയോ പാനൽസും കാര്യങ്ങളൊക്കെ നമ്മൾ ഗ്ലോസി ഫിനിഷിലോട്ടാണ് കൺവേർട്ട് ചെയ്തിരിക്കുന്നത്. അതായത് ഇതിനകത്ത് വന്നിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗ്രേ കളറായിരുന്നു. അതങ്ങനെ നമ്മൾ കൺവേർട്ട് ചെയ്ത് ഗ്ലോസി ഫിനിഷിലോട്ട് ആഡ് ചെയ്തു. അതേപോലെ തന്നെ നമ്മളത് ഈ ഒരു ഡാഷ്ബോർഡ് ഉണ്ട്. ഡാഷ്ബോർഡും കാര്യങ്ങളൊക്കെ ഫുൾ റെക്സിനാണ് കേട്ടോ നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഡാഷ്ബോർഡ് നമുക്ക് ഏകദേശം 1 2 3 4 5 6 പീസോളം നമുക്ക് ഡാഷ്ബോർഡ് ചെയ്യാനുണ്ട്. അതിനകത്ത് 3 പീസോളം നമ്മൾ റെക്സിന് ആഡ് ചെയ്തു. ഒരു പീസ് നമ്മളെ ഫുൾ സെറ്റ് ആയിരുന്നു. അതിനെ നമ്മൾ റിമൂവ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ അതിനകത്ത് പെയിൻറ്റും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാണ് ചെയ്തത്. പിന്നെ നമ്മളെ AC വെൻ്റ് ഉണ്ടോ, AC വെൻറ്റിൻ്റെ ആ ഒരു പോർഷൻ കാര്യങ്ങളൊക്കെ ബോഡി കളർ തന്നെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അതേപോലെ നമ്മളെ ഈ ഒരു നോബ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ACയുടെ ഫാനിൻ്റെ നോബും അതേപോലെ തന്നെ ഹീറ്റ് ടെമ്പറേച്ചറിൻ്റെ നോബും കാര്യങ്ങളൊക്കെ നമ്മൾ ആ ഒരു കളറിലോട്ട് തന്നെ ബോഡി കളറിലോട്ട് തന്നെ ആഡ് ചെയ്ത് കൊടുത്തു. പിന്നെ നമ്മൾ ഡോർ പാഡും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞു. പിന്നെ നമ്മുടെ റൂഫും കാര്യങ്ങളൊക്കെ ഫുള്ള് നമ്മൾ ബ്ലാക്ക് എഡിഷനിലോട്ടാണ് കൺവേർട്ട് ചെയ്തത്. കണ്ടില്ലേ, നമ്മൾ ഇൻറ്റീരിയർ ലൈറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ബ്ലൂ കളറാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ അതിനകത്ത്. അപ്പം ബ്ലൂ കളറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് കസ്റ്റമർ എടുത്ത് പറയുന്നത് ഇത് നമുക്ക് ബ്ലൂ കളർ സെൻറ്ററിൽ ആ ഒരു ലൈറ്റിൽ വേണമെന്ന് പറഞ്ഞായിരുന്നു. പിന്നെ നമ്മൾ ടോപ്പ് ലൈറ്റും കാര്യങ്ങളൊക്കെ ക്ലിയർ ആയി. കാര്യം ഇതിനകത്ത് ഫുള്ള് നമുക്ക് എലിയും ഒക്കെ കയറിയിട്ട് വയറും കാര്യങ്ങളൊക്കെ ഫുള്ള് നശിപ്പിച്ച് കളഞ്ഞായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ വീണ്ടും റീവയറും കാര്യങ്ങളൊക്കെ ചെയ്തതാണ്. പിന്നെ നമ്മൾ സ്പാർക്ക് ഒരു ഗിയർ നോബ് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഒരു കൺസോളും കാര്യങ്ങളൊക്കെ നമ്മൾ ഫുൾ അങ്ങനെ ബോഡി കളറിലോട്ട് കൺവേർട്ട് ചെയ്ത് കേട്ടോ. കണ്ടല്ലേ, പിന്നെ നമ്മൾ സീറ്റ് കവർ കാര്യങ്ങൾ അങ്ങനെ ഒരു വർക്കും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല അതിനകത്ത്. ആ പാടായിട്ട് നമ്മളെ ഒരു 4 ഡോർ പാഡ് ടോപ്പ് അതേപോലെ തന്നെ നമ്മളെ ഡാഷ്ബോർഡ് കാര്യങ്ങളൊക്കെയാണ് ചെയ്തത്. പിന്നെ നമ്മൾ സ്റ്റിയറിങ് ചെയ്തിട്ടുണ്ട്. കണ്ടില്ലേ, സ്റ്റിയറിങ് നമ്മൾ ചെയ്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ബോഡി കളറിന് നമ്മൾ ഈ ഒരു പീസും കാര്യങ്ങളൊക്കെ കൊടുത്ത് പിന്നെ നമ്മൾ ഫുൾ സ്റ്റിച്ച് റാപ്പിംഗ് സ്റ്റിയറിങ്ങാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇത് നമുക്ക് ഏകദേശം നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ സ്റ്റിയറിങ് റിമൂവ് ചെയ്ത് നമുക്ക് 2 ദിവസത്തെ വർക്കാണ് കേട്ടോ ഈ ഒരു സ്റ്റിയറിംഗ് ഇതേപോലെ ചെയ്തെടുക്കാനായിട്ട്. അങ്ങനെയൊക്കെ ഒരുപാട് പേര് വിളിച്ച് വയ്ക്കുന്നത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞ ടൈമും കാര്യങ്ങളൊക്കെ പറഞ്ഞത് ഇതിനകത്ത് നമ്മൾ ബ്ലൂ സ്റ്റിച്ചും കാര്യങ്ങളൊക്കെ കൊടുത്താണ് കേട്ടോ അതിനകത്ത് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മൾ ഐസാഡിയോ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ആൻഡ്രോയിഡ് സ്റ്റീരിയോസും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് ഇതിനകത്ത്. പിന്നെ നമ്മൾ ഡെഫി ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. താണ്ടിൽ നമ്മൾ ഡെഫിയാണ്. പക്ഷേ ഇതിന് വേറൊരു കേസെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഒരു ഡെഫി ഇത് ഒറിജിനൽ ഡെഫി അല്ല. ഇപ്പം വന്നുകൊണ്ടെങ്കിൽ ഡെഫി എല്ലാം ഡ്യൂപ്ലിക്കേറ്റാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അത് ഞാൻ വർക്ക് ചെയ്യിക്കുമ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഡെഫി വർക്കാവുന്നുണ്ടോ? ഡെഫി വെട്ടിയാണ് കയറി പോകണം കേട്ടോ. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ കംപ്ലൈൻ്റ് ആയിട്ടാണ് ആ ഒരു കാര്യങ്ങളൊക്കെ അതിനകത്ത് അങ്ങനെ വരുന്നത്. കാര്യം വെച്ചാൽ കംപ്ലൈൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒറിജിനൽ ഡെഫി അല്ല, ഇത് നമ്മുടെ കോപ്പി ഡെഫിയാണ്. അപ്പോൾ ഒറിജിനൽ ഡെഫിയിൽ ആ ഒരു പെർഫോമൻസും കാര്യങ്ങളും വരത്തില്ല. പക്ഷേ അതിൻ്റെ ഇൻ്റർഫേസും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത് ആ ഒരു ഒറിജിനൽ ഡെഫിയിൽ ആ ഒരു ഇതിലാണ് കേട്ടോ വന്നിരിക്കുന്നത്. പിന്നെ നമ്മൾ ഇതിനകത്ത് ഐസാഡിയോ ഒരു ആൻഡ്രോയിഡ് സ്റ്റീരിയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളൊരു റിയർ ക്യാമും നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ ചെയ്തിരിക്കുന്ന ഓൺ കോഡ് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഫിഷ് ഐ ക്യാമാണ് ചെയ്തിരിക്കുന്നത്. നല്ല ക്ലാരിറ്റി ഉള്ള ഒരു ക്യാമറ ആണ്. പോരാത്തതിന് നമുക്ക് HD സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു വേരിയൻ്റ് ആണ്. പിന്നെ അതിനകത്ത് നമ്മുടെ കസ്റ്റമർ ഒരു മ്യൂക്കൻ്റെ തന്നെ ഒരു ലോഗോ ഉണ്ട്, 1-2 ദിവസം മുമ്പ് വന്നായിരുന്നു ആഡ് ചെയ്ത് കേട്ടോ. പിന്നെ നമ്മൾ സ്റ്റിയറിങ്ങിനകത്തുള്ള ലോഗോയും കാര്യങ്ങളൊക്കെ നമ്മൾ പറിച്ചതാണ് ഇവിടെ നമ്മളെ ഡാഷ്ബോർഡിൽ ഇട്ടായിരുന്നു. എന്നിട്ട് നമ്മളിത് അതിനകത്ത് ഈ ഒരു റെഡ് കളർ ലോഗോയും കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ പർച്ചേസ് ചെയ്ത് ആഡ് ചെയ്തു കേട്ടോ അതിനകത്ത്. പിന്നെ നമ്മളെ വണ്ടിക്കകത്ത് ഒരുപാട് വർക്കും കാര്യങ്ങളൊക്കെ ഇനിയുണ്ട്. കാര്യം വെളിയിലേക്ക് പെയിൻറ്റ് ചെയ്യാൻ അങ്ങനെ ഇങ്ങനെ കുറേ വർക്കുണ്ട്. അതേപോലെ തന്നെ നമ്മൾ സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടുണ്ട് കേട്ടോ ഈ വണ്ടിക്കകത്ത്.
അപ്പോൾ എക്സോസ്റ്റിൻ്റെ ലോഡൊന്ന് ഞാൻ ഒന്ന് കേൾപ്പിച്ചു തരാം. നമ്മളതിനകത്ത് ലൈറ്റും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ അവസാന ഭാഗത്തിലേക്ക് ഉൾപ്പെടുത്താമെന്നാണ് പറഞ്ഞിരുന്നത്. അപ്പം നമ്മളെ വർക്കും കാര്യങ്ങളൊക്കെ അതാ ഇത്രയാണ് ആ പാട്ടിൽ അത് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ ബാക്കിൽ നമ്മളൊരു സോണിയുടെ ഓവർ സ്പീക്കറും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് കണ്ടില്ലേ. അപ്പോൾ ഈ ഒരു തട്ടും കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിനകത്ത് ബ്ലാക്ക് അല്ല വന്നിരുന്നത്, അതിനകത്ത് BJL ആയിരുന്നു. അതൊക്കെ നമ്മൾ ബ്ലാക്കിലോട്ട് കൺവേർട്ട് ചെയ്ത് നമ്മൾ സോണിയുടെ ഒരു ഓവർ സ്പീക്കറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് നമ്മൾ ഡോർ പാഡ് കാര്യങ്ങൾ ഇൻ്റർ പാനൽ കാര്യങ്ങളെല്ലാം ഫുള്ള് നമ്മൾ ബ്ലാക്കിലോട്ട് കൺവേർട്ട് ചെയ്യണം ചെയ്താൽ. ഇതിനകത്ത് ഏറ്റവും കൂടുതൽ നമ്മൾ പണിയെടുത്ത ഒറ്റ കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഈ ഒരു ഡോർ ലോക്കിൻ്റെ ഒക്കെ ലാച്ചിൻ്റെ ഈ ഒരു ബട്ടൺസുകളില്ലേ, അതായത് നമ്മളെ ലോക്ക് അൺലോക്ക് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ആ ഒരു സ്വിച്ചസും കാര്യങ്ങളൊക്കെ ഫുള്ള് ഡാമേജ് ആയിരുന്നു. ഡാമേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും വർക്കിംഗ് അല്ല, അത് സ്റ്റക്കായിരുന്നു. നമുക്ക് ഡോറ് ലോക്കാക്കാൻ പറ്റില്ലായിരുന്നു, 4 ഡോർ ലോക്കാവില്ലായിരുന്നു. അപ്പോൾ ആ ഡോറിൽ ഞാൻ ആക്ച്വേറ്ററും കാര്യങ്ങളൊക്കെ വെച്ച് സെറ്റ് ചെയ്തു. പിന്നെ ഞാൻ ഇതിനകത്ത് ഈ ഒരു സെൻട്രൽ ലോക്കും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വർക്ക് ഇതുവരെ എത്ര ആയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏകദേശം ഒരു 85 രൂപയ്ക്ക് മേളിൽ വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു വണ്ടിക്കകത്ത്. പിന്നെ വണ്ടിക്കകത്ത് നമ്പർ പ്ലേറ്റും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ നമ്പർ പ്ലേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തിരിക്കുന്നത് നമ്മളെ SpeedX F1 ടൈപ്പാണ് നമ്മളിൻ്റെ നമ്പർ പ്ലേറ്റ് ആഡ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ നമ്പറും കാര്യങ്ങളൊന്നും ഞാൻ വെളിയിലൂടെ ഉദ്ദേശിക്കുന്നില്ല കേട്ടോ. അതുകൊണ്ടിട്ടാണ് നമ്പർ ഞാൻ ഹൈഡ് ചെയ്തിട്ട് ഞാൻ വീഡിയോ ചെയ്ത്. നമ്മൾ ഒരുപാട് സുഹൃത്തുക്കൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീഡിയോസ് ഇടാൻ നേരത്ത് മാക്സിമം നമ്പർ പ്ലേറ്റും കാര്യങ്ങളൊക്കെ ഒഴിവാക്കി ഇടാനും കൂടെ പറഞ്ഞുതരാം. അത് നല്ലൊരു കാര്യമാണ്. കാര്യം നമ്മളെ വെഹിക്കിൾസ് കാര്യങ്ങളൊക്കെ കറങ്ങി നടപ്പുണ്ട്, അതുകൊണ്ടിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ലോഡും അതേപോലെ തന്നെ ബ്രേക്ക് ലൈറ്റിൻ്റെയും കാര്യങ്ങളെല്ലാം കാണിച്ചു തരാം. അപ്പോൾ നമ്മളെ ബ്രേക്ക് ലൈറ്റ് ഞാൻ എങ്ങനെയാണ് വർക്കാവണേ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ബ്രേക്ക് ഔട്ടിയേ ഉണ്ടോ, നമ്മൾ ആ താഴത്തെ പീസുണ്ട് അതിങ്ങനെ ഫ്ലാഷായി ഒരുപാട് പ്രാവശ്യം ഫ്ലാഷ് ആയതിനു ശേഷം സഡൻലി സ്റ്റക്കായതാ ഇതേപോലെ തന്നെ നിൽക്കും കേട്ടോ. അതാണ് നമ്മളെ ബ്രേക്ക് ലൈറ്റ്. അപ്പോൾ ഞാൻ നമ്മളെ വണ്ടി കൂടെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഞാൻ എൻ്റെ ലോഡും കൂടെ ഒന്ന് കേൾപ്പിച്ച് തരാം കേട്ടോ. അപ്പോൾ നമ്മളെ എക്സോസ്റ്റും ഇതാണ് ചെറിയ, പക്ഷേ ഇത് വാൽവട്രോണിക് അല്ല, നമ്മളതിനകത്ത് എൻഡ് ക്യാൻ മാത്രമാണ് കേട്ടോ ആഡ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഒരു നോയ്സാണ് ഇത്രയും കേട്ടത്. അപ്പോൾ അതിനകത്തൊരു വാൽവട്രോണിക് ഒക്കെ ചെയ്ത് ഫുൾ സിസ്റ്റം ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ വിഷയ ശബ്ദമായിരിക്കും കേട്ടോ ഈ സംഭവം. അപ്പോൾ നമ്മളെ വർക്കും കാര്യങ്ങളൊക്കെ എല്ലാം അങ്ങനെ കംപ്ലീറ്റ് ചെയ്തു. ഇനി നമുക്ക് കസ്റ്റമറിന് വണ്ടി ഡെലിവറി ചെയ്താൽ മതി. അപ്പോൾ നമ്മളെ വീഡിയോസ് ഇവിടെ കൊണ്ട് തീരുകയാണ് കേട്ടോ. അപ്പോൾ ആ സിവിക്കിൻ്റെ പാർട്ട് 3 വീഡിയോസ് അങ്ങനെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഏകദേശം ഈ വണ്ടിയുടെ വർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ 40 ദിവസത്തോളം നമുക്ക് ആയിട്ടുണ്ട് കേട്ടോ ഈ വണ്ടിയുടെ വർക്കും കാര്യങ്ങളൊക്കെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മളെ വീഡിയോസ് ഇവിടെ കൊണ്ട് തീരുകയാണ്. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരാമെന്ന് വെച്ചല്ല, നെക്സ്റ്റ് ഒരു വീഡിയോ നമുക്ക് അടുത്ത അപ്ലോഡിലാണ്. കാര്യം എന്ന് വെച്ചാൽ നമുക്ക് കോൾസിൻ്റെ വർക്കും അതേപോലെ തന്നെ നമ്മുടെ സ്വിഫ്റ്റിൻ്റെ വർക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ നെക്സ്റ്റ് ഡേ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ബൈ.